ഡൊണാൾഡ് ട്രംപ് അവരെ തുറന്നുവിട്ടു. മയക്കുമരുന്ന് ലോബികളുടെ കയ്യിൽ നിന്ന് ഭീമമായ തുക കൈക്കൂലി വാങ്ങിക്കുകയും മയക്കുമരുന്ന് ലോബികൾക്ക് അനുകൂലമായ സാഹചര്യം രാജ്യത്ത് ഉണ്ടാക്കി കൊടുക്കുകയും മയക്കുമരുന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യാൻ സഹായിക്കുകയും ചെയ്ത ജുവാൻ ഒർലാൻഡോ ഹെർണാണ്ടസിനെ പോലെയുള്ള ആൾക്കാരെ അമേരിക്കൻ കോടതികൾ 45 വർഷത്തേക്ക് ശിക്ഷിച്ച് ജയിലിൽ പാർപ്പിച്ചപ്പോൾ ഞാൻ ലോകത്തിലെ 8 ഇടങ്ങളിൽ സമാധാനം ഉണ്ടാക്കി, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സമാധാനം ഉണ്ടാക്കി, അതുകൊണ്ട് എനിക്ക് നോബൽ പ്രൈസ് തരണം എന്ന് പറഞ്ഞ് ഭിക്ഷാന്തേഹിയെ പോലെ എത്തി വലിഞ്ഞ് നടക്കുന്ന ട്രംപ് ഉണ്ടാക്കിയത് അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമുള്ള സമാധാനമാണ്. നമസ്കാരം. ബോക്കോ ഹറാം എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയെ പറ്റി നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. ഈ സംഘടന നൈജീരിയ കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഈ ബോക്കോ ഹറാം എന്ന വാക്കിൻ്റെ അർത്ഥം അറിവ് പാവമാണ് എന്നാണ്. ഈ സംഘടനയുടെ നേതാവ് അബൂബക്കർ ഷങ്കൗ എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ സംഘടന മറ്റ് തീവ്രവാദ സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ചില പ്രത്യേക മേഖലയിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. സാധാരണ തീവ്രവാദ സംഘടനകൾ ആൾക്കാരെ വെടിവെച്ച് കൊല്ലുക, ബോംബ് വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവർ പ്രധാനമായിട്ടും സ്പെഷ്യലൈസ് ചെയ്യുന്നത് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുക. ഒരു സ്കൂളിലെ ഗേൾസ് സ്കൂളിലെ കുട്ടികളെ മൊത്തത്തിൽ തട്ടിക്കൊണ്ടുപോവുക, സ്കൂൾ മൊത്തത്തിൽ തട്ടിക്കൊണ്ടുപോവുക. തീവെട്ടിക്കൊള്ള എന്നൊക്കെ പറയുന്ന പോലെ തീവെട്ടി തട്ടിക്കൊണ്ടുപോക്കലാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി. ഈ സംഘടന പണ്ട് കാമറൂണിലെ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോക്കലുകളിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപാണ്. ഇന്ന് ജനുവരി 4-ാം തീയതി എല്ലാ പത്രത്തിലും ഒരു വാർത്ത കണ്ട് നമ്മൾ ഞെട്ടി. അതായത് വെനിസുലയുടെ പ്രസിഡൻ്റായ നിക്കോളാസ് മാഡുറോയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സീലിയ ഫെറോസിയെയും അമേരിക്കൻ സൈന്യത്തിൻ്റെ ഭീകരവിരുദ്ധ വിഭാഗമായിട്ടുള്ള ഡെൽറ്റ ഫോഴ്സുകൾ 30 മിനിറ്റ് നേരം നീണ്ടുനിന്ന ഒരു ഓപ്പറേഷനിലൂടെ വെനിസുലയുടെ തലസ്ഥാനമായ കരാക്കസിൽ നിന്ന് അവരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. ഈ വാർത്ത ലോകത്തെ അറിയിച്ചത് അമേരിക്കയുടെ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. 1989 പനാമയിൽ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ അമേരിക്ക നടത്തിയതിനു ശേഷം അമേരിക്ക ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോക്കൽ നടത്തുന്നത് ഇതാദ്യമായിട്ടാണ്. റഷ്യയും ക്യൂബയും ഒക്കെ ഈ നടപടിയെ അതിശക്തമായ രീതിയിൽ അപലപിച്ചു. UN ജനറൽ അസംബ്ലി ഇതിൽ ഇടപെടണം എന്നവർ ആവശ്യപ്പെട്ടു. ഏതായാലും അമേരിക്ക എന്തിനാണ് ഈ നിക്കോളാസ് മാഡുറോയും കുടുംബത്തെയും തട്ടിക്കൊണ്ടുപോയത്? അമേരിക്ക പറയുന്ന കാരണം നിക്കോളാസ് മാഡുറോയും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും വെനിസുലയിൽ നിന്ന് കൊക്കൈൻ ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ കച്ചവടം ചെയ്യുകയും അത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ലോബികൾക്ക് സഹായം കൊടുക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് വലിയ രീതിയിൽ അദ്ദേഹം കൈക്കൂലി കൈപ്പറ്റുന്നു. അങ്ങനെ അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടത്തിനെ ഇദ്ദേഹം സഹായിക്കുന്നു എന്നാണ് പറഞ്ഞ കാരണം. ഈ കാരണം കുറേ കാലം കൊണ്ടേ അമേരിക്ക ഉന്നയിക്കുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് തന്നെ വെനിസുല ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ട്രംപ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെനിസുലയുടെ കപ്പലുകൾക്ക് അമേരിക്ക എംബാർഗോ, വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയുമാണ്. പക്ഷേ ഇതിന് തെളിവ് ഒന്നും ഇതുവരെയും കാണിക്കാൻ ഡൊണാൾഡ് ട്രംപിനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഞാൻ നിങ്ങളോട് വേറെ കാര്യം പറയാം. വടക്കേ അമേരിക്ക എന്ന് പറയുന്നൊരു വലിയ ഭൂപ്രദേശം, പ്രധാനമായിട്ടും 3 രാജ്യങ്ങളാണ്, USA, കാനഡ, മെക്സിക്കോ. അതുപോലെ തെക്കേ അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു ഭൂപ്രദേശം, ബ്രസീലും അർജൻറ്റീനയും ചിലിയും ഒക്കെ ഉൾപ്പെടുന്ന, വെനിസുലയും പെറുവും ബൊളീവിയയും ഫ്രഞ്ച് ഗയാനയും സുറിനാമും ഒക്കെ ഉൾപ്പെടുന്ന 13 രാജ്യങ്ങളുള്ള മറ്റൊരു വലിയ ഭൂപ്രദേശം. ഈ തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരയുടെ ഒരു ചെറിയ ഇടനാഴിയുണ്ട്. കരയിടുക്കെന്ന് പറയും അതിനെ, ഇസ്തുമസ്. ആ പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് മധ്യ അമേരിക്ക, സെൻട്രൽ അമേരിക്ക. അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളുണ്ട്. ഹോണ്ടുറാസ്, എൽ സാൽവഡോർ, നിക്കാരാഗുവ, ഗോട്ടിമാല, പനാമ തുടങ്ങി ഇങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട്. ഇതിലെ ഒരു രാജ്യമാണ് ഹോണ്ടുറാസ് എന്ന് പറയുന്നത്. വളരെ ചെറിയ രാജ്യമാണ്. ചെറിയ രാജ്യമാണെങ്കിലും പസഫിക് സമുദ്രവുമായും അറ്റ്ലാന്റിക് സമുദ്രവുമായും ഈ രാജ്യത്തിന് അതിർത്തിയുണ്ട്. വളരെ വലിയ ദരിദ്ര രാജ്യമാണ്. പണ്ട് അമേരിക്കയിൽ നിലനിന്നിരുന്ന മയൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉള്ള രാജ്യമാണ് ഈ ഹോണ്ടുറാസ് എന്ന് പറയുന്നത്. ഹോണ്ടുറാസിൻ്റെ തലസ്ഥാനം ടെഗുസിഗാൽപ എന്ന് പറയുന്ന നഗരമാണ്. ഈ ഹോണ്ടുറാസിൽ 2025 നവംബർ 30-ാം തീയതി അവിടുത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. നവംബർ 30-നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ പ്രധാനമായിട്ടും 2 രാഷ്ട്രീയ പാർട്ടികളാണ് ഉള്ളത്. വേറെയും രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികളാണ് ഉള്ളത്. ഒന്ന് ഹോണ്ടുറാസ് നാഷണൽ പാർട്ടി, മറ്റൊന്ന് ലിബറൽ പാർട്ടി. ഈ ഹോണ്ടുറാസ് നാഷണൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് നാർസി അസ്ഫൂറ എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ നാർസി അസ്ഫൂറ എന്ന് പറയുന്ന ആൾ
അതിനു മുമ്പ് അദ്ദേഹമാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത്. അദ്ദേഹം പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് അദ്ദേഹം ടെഗുസിഗാൽപ്പയുടെ മേയറായിരുന്നു. അതുപോലെ ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് സാൽവഡോർ നസ്രല്ല എന്ന് പറഞ്ഞ ഒരാളാണ്. സാൽവഡോർ നസ്രല്ല ലിബറൽ പാർട്ടിയുടെ നേതാവായ ആൾ ഇലക്ഷനിൽ പരാജയപ്പെട്ടു. നാർസി ആസ്ഫൂറ വിജയിച്ചു. ഈ നാർസി ആസ്ഫൂറയുടെ വിജയം ഉറപ്പാക്കിയത് ഡൊണാൾഡ് ട്രംപാണ്. നാർസി ആസ്ഫൂറ എന്ന് പറയുന്ന ഒരാൾ അവിടെ ജയിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപിൻ്റെ ആവശ്യമായിരുന്നു. നമ്മുടെ തെക്കേ അമേരിക്കയിലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അമേരിക്കൻ അനുകൂല ഭരണകൂടങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അമേരിക്കയുടെ ഉത്തരവാദിത്വം. പലയിടത്തും പല പല കുതന്ത്രങ്ങളും അവരതിനുവേണ്ടി പ്രയോഗിക്കും. ചിലയിടത്ത് യുദ്ധം നടത്തും, ചിലയിടത്ത് വേറെ പല സമ്മർദ്ദ തന്ത്രങ്ങൾ നടത്തും. ഈ അടുത്ത സമയത്ത് തന്നെ തെക്കേ അമേരിക്കയിൽ അർജൻറ്റീനയിലും ചിലിയിലും ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷങ്ങൾ അമേരിക്കൻ അനുകൂലമായിട്ടുള്ള ആളുകൾ ജയിച്ചിട്ടുണ്ട്. ഹോണ്ട്രാസ് എന്ന് പറയുന്ന രാജ്യത്തും ഈ അമേരിക്കൻ അനുകൂലിയായിട്ടുള്ള നാർസി ആസ്ഫൂറ ജയിക്കണമെന്ന് ട്രംപിന് ആഗ്രഹം. അതുകൊണ്ട് ട്രംപ് അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി ചില തറവേലകൾ കളിച്ചു. ട്രംപ് ഇലക്ഷന് 2 ദിവസം മുമ്പ്, അതായത് ഇലക്ഷൻ നവംബർ 30 ട്രംപ് നവംബർ 28 ഒരു പ്രഖ്യാപനം നടത്തി. പ്രഖ്യാപനം ഇതാണ്: നാർസി ആസ്ഫൂറ അല്ലാതെ വേറെ ആരെങ്കിലുമാണ് ഹോണ്ട്രാസിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതെങ്കിൽ അമേരിക്ക ഹോണ്ട്രാസിന് നൽകിക്കൊണ്ടിരിക്കുന്ന യാതൊരുവിധമായ സാമ്പത്തിക സഹായങ്ങളും ഇനി നൽകുന്നതല്ല. ഇത് കേട്ടപ്പോഴേ ഹോണ്ട്രാസിലെ ജനങ്ങൾ മൊത്തം ഞെട്ടി. കാരണം അമേരിക്കയുടെ സഹായം അവർക്ക് വളരെ വലിയ ആശ്വാസമാണ്. കാരണം വളരെ കൂടുതൽ പട്ടിണിയും ദാരിദ്ര്യവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ഈ ഹോണ്ട്രാസ്. അതോടൊപ്പം തന്നെ ട്രംപ് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ നാർസി ആസ്ഫൂറയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നർക്കോ കമ്മ്യൂണിസത്തിനെതിരെയുള്ള എൻ്റെ പോരാട്ടത്തിൽ അയാൾ എൻ്റെ സഹായിയാണ്. അപ്പോൾ ഈ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഗവൺമെൻറ്റുകൾ അധികാരത്തിലിരിക്കുന്ന ഈ രാജ്യങ്ങളിലൊക്കെ മയക്കുമരുന്ന് കച്ചവടം ഉണ്ടെന്നും മയക്കുമരുന്ന് ഉൽപ്പാദനം ഉണ്ടെന്നും ആ ഉൽപ്പാദനത്തിനെയും കച്ചവടത്തെയും ട്രംപ് വിളിച്ച പേരാണ് നർക്കോ കമ്മ്യൂണിസം. ഈ നർക്കോ കമ്മ്യൂണിസത്തിനെതിരെ ഉള്ള എൻ്റെ ഫൈറ്റിൽ എനിക്ക് നാർസി ആസ്ഫൂറ ഒരു വലിയ സഹായമായിരിക്കും. അതുകൊണ്ട് നാർസി ആസ്ഫൂറയെ എന്ത് ചെയ്യണം? ജയിപ്പിക്കണം. ജയിപ്പിച്ചില്ല എങ്കിൽ ഹോണ്ട്രാസിനുള്ള സകല സഹായവും അമേരിക്ക പിൻവലിക്കുന്നതായിരിക്കും. ഇത് കേട്ടപ്പോഴേ ഒരു നല്ല വിഭാഗം ജനങ്ങളും തീരുമാനിച്ചു അദ്ദേഹത്തിന് തന്നെ വോട്ട് കൊടുക്കണം. ഈ നാർസി ആസ്ഫൂറ എന്ന് പറയുന്ന ആൾ അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ മുതലാളിയാണ്, ഒരു കൺസ്ട്രക്ഷൻ ജയൻ്റാണ്. അദ്ദേഹം ഈ ടെഗുസിഗാൽപ്പയുടെ മേയറായിരിക്കുന്ന സമയത്ത് ഒരുപാട് വലിയ അഴിമതികൾ നടത്തിയിട്ടുള്ള ആളുമാണ്. അങ്ങനെയുള്ള ഒരാളിനെ ജയിപ്പിക്കാനാണ് ട്രംപ് ആഹ്വാനം ചെയ്തത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ നാർസി ആസ്ഫൂറയുടെ ജയം ഉറപ്പിക്കാൻ വേണ്ടി ട്രംപ് മറ്റൊരു കളിയും കൂടെ കളിച്ചു. ആ കളി എന്താണെന്ന് ചോദിച്ചാൽ 2014 മുതൽ 2022 വരെ ഈ ഹോണ്ട്രാസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒരാളുടെ പേരാണ് ജുവാൻ ഒർലാൻഡോ ഹെർണാണ്ടസ് എന്ന് പറയുന്നത്. ഈ ജുവാൻ ഒർലാൻഡോ ഹെർണാണ്ടസ് വളരെ വലിയ ഒരു അഴിമതിക്കാരനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് വളരെ വലിയ രീതിയിൽ മയക്കുമരുന്ന് കടത്തുന്ന ലോബികളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ട് മയക്കുമരുന്ന് കച്ചവടം അദ്ദേഹം സാധ്യമാക്കിയ ഒരാളാണ്. അമേരിക്ക തുടങ്ങിയ മറ്റു പല രാജ്യങ്ങളിലേക്കും മയക്കുമരുന്ന് കച്ചവടം സാധ്യമാക്കാൻ വേണ്ടി സഹായിച്ച ഒരാളാണ് ഈ ജുവാൻ ഒർലാൻഡോ ഹെർണാണ്ടസ് എന്ന് പറയുന്നത്. അദ്ദേഹം 2014 മുതൽ 22 വരെയാണ് ഈ ഹോണ്ട്രാസിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നത്. അദ്ദേഹവും ഈ പറഞ്ഞ ഹോണ്ട്രാസ് നാഷണൽ പാർട്ടിയുടെ നേതാവ് തന്നെയാണ്. അദ്ദേഹത്തെ അമേരിക്ക അറസ്റ്റ് ചെയ്തിരുന്നു. കുറച്ചു കാലമായി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ വിചാരണ ചെയ്ത് അദ്ദേഹത്തെ 45 വർഷത്തെ ശിക്ഷയ്ക്ക് വിധിച്ച് അമേരിക്കയിലെ കോടതികൾ ഇദ്ദേഹം അമേരിക്കയിൽ തടവിൽ കഴിയുകയാണ്. നാർസി ആസ്ഫൂറയുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടി, ഹോണ്ട്രാസിലെ ജനങ്ങളെ പാട്ടിലാക്കാൻ വേണ്ടി ട്രംപ് 45 വർഷത്തെ ശിക്ഷയ്ക്ക് അമേരിക്കയിലെ കോടതികൾ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ സഹായിച്ചതിൻ്റെ പേരിൽ ശിക്ഷിച്ച് 45 വർഷം ശിക്ഷിച്ച് ജയിലിലിട്ടിരുന്ന ഈ ജുവാൻ ഒർലാൻഡോ ഹെർണാണ്ടസിനെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 45 വർഷം മയക്കുമരുന്ന് കച്ചവടക്കാരെ സഹായിച്ചതിനും അവരിൽ നിന്ന് വലിയ തുക കൈക്കൂലി വാങ്ങിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് മയക്കുമരുന്ന് കച്ചവടം സാധ്യമാക്കാൻ വേണ്ടി കൂട്ടുനിന്ന ഒരു ഭരണാധികാരിയെ അമേരിക്കയുടെ കോടതികൾ ശിക്ഷ വിധിച്ച് 45 വർഷം ജയിലിലിട്ടിരുന്ന ആളാണ്. അയാളെ മോചിപ്പിച്ച അതേ ഡൊണാൾഡ് ട്രംപ് ഇവിടെ നിക്കോളാസ് മാഡുറോയിനെയും കുടുംബത്തെയും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. മയക്കുമരുന്ന് ലോബിയെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് യാതൊരുവിധമായ തെളിവുകളും ഇന്നിതുവരെ മുന്നോട്ട് വെക്കാൻ ഡൊണാൾഡ് ട്രംപിന് സാധിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ ഇരട്ടത്താപ്പ്. മയക്കുമരുന്നല്ല അവരുടെ പ്രശ്നം. വെനിസ്വേലയുടെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബത്തെയും തട്ടിക്കൊണ്ടുപോയി അവിടെ അധികാര അട്ടിമറിയിലൂടെ അമേരിക്കൻ അനുകൂല ഭരണകൂടത്തെ സാധ്യമാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതിൻ്റെ ഉദ്ദേശം വെനിസ്വേലയിലെ ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് കച്ചവടമല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ ജുവാൻ ഒർലാൻഡോ ഹെർണാണ്ടസിനെ എന്തിനാണ് അമേരിക്ക മോചിപ്പിച്ചത്?
ഇവിടെയാണ് യഥാർത്ഥ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ വെനിസ്വേല എന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത്. വെനിസ്വേല എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഈ വെനിസ്വേലയുമായിട്ട് അമേരിക്കയ്ക്ക് പണ്ടുകാലം മുതലേ വളരെ വലിയ പ്രശ്നങ്ങളുണ്ട്. വെനിസ്വേലയുടെ പഴയകാല പ്രസിഡന്റായിരുന്ന ഹൂഗോ ഷാവേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് അമേരിക്കയും വെനിസ്വേലയും തമ്മിലുള്ള ടെൻഷൻ വളരെ വലുതായിരുന്നു. അത് പണ്ട് മുതലേ നിലനിൽക്കുന്നതാണ്. അമേരിക്കയ്ക്ക് വെനിസ്വേലൻ ഗവൺമെൻറ് അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കണം. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വെനിസ്വേല എന്ന് പറയുന്നത് വളരെ വലിയ എണ്ണ നിക്ഷേപം, ധാതു എണ്ണയുടെ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ്. വെനിസ്വേലയുടെ വടക്ക് ഭാഗത്തായിട്ടൊരു വലിയ തടാകമുണ്ട്. ആ തടാകം തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ തടാകമാണ്. ആ തടാകത്തിൻ്റെ പേരാണ് മരാക്കൈബോ തടാകം എന്ന് പറയുന്നത്. ഈ തടാകം എന്ന് പറയുന്നത് തെക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപത്തിൻ്റെ ഉറവിടമാണിത്. അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ ധാതു എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഈ വെനിസ്വേല. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഒപ്പക് രാജ്യങ്ങളിൽ അംഗമായിട്ടുള്ള ഒരു രാജ്യമാണ് വെനിസ്വേല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെനിസ്വേലയുടെ കയ്യിൽ നിന്നും ഇന്ത്യ ഇടക്കാലത്ത് എണ്ണ നമ്മൾ അവിടെ നിന്നും ധാതു എണ്ണ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സൗദി അറേബ്യ, ഇറാഖ്, ഇറാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ റഷ്യയിൽ നിന്നും ഒക്കെ ഇറക്കുമതി ചെയ്യുന്ന പോലെ കുറച്ച് കാലങ്ങളിൽ ഇന്ത്യ വെനിസ്വേലയുടെ കയ്യിൽ നിന്നും വളരെ ചെറിയ അളവിൽ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. വളരെ കൂടുതൽ ധാതു എണ്ണയുടെ നിക്ഷേപമുള്ള രാജ്യമാണ് വെനിസ്വേല എന്ന് പറയുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തികമായ അപ്രമാദിത്യം അവസാനിക്കാൻ പോവുകയാണ്. ലോകരാജ്യങ്ങളെ മൊത്തം അവരുടെ വരുതിക്ക് നിർത്തി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയില്ല എങ്കിൽ അമേരിക്ക സാമ്പത്തികമായിട്ട് പിന്തള്ളും. അവരുടെ ഈ ലോകത്തിലുള്ള എക്കണോമിക് മൈറ്റ് ഇല്ലാതാകും. അതിനുവേണ്ടി അവർ പല രാജ്യങ്ങളിലും പല തന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത്. ചില രാജ്യങ്ങൾ ഈ പറഞ്ഞ പോലെ അനുകൂലമായ അധികാരമാറ്റം ഉണ്ടാകും, ജനങ്ങളെ പേടിപ്പിച്ച് വോട്ട് ചെയ്യും. ഇന്ത്യയും ബ്രസീലും പോലെയുള്ള വലിയ രാജ്യങ്ങൾക്കെതിരെ ഒന്നും അത് നടക്കത്തില്ല. അവിടെ സൈനിക നടപടി നടക്കത്തില്ല. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ നികുതി ഭാരം ചുമത്തി നികുതി കൊണ്ട് പണിഷ്മെൻറ്റ് ചെയ്യും. അങ്ങനെ പലയിടത്തും ചില രാജ്യങ്ങൾ ആക്രമിച്ച് പിടിച്ചടക്കും, ഇറാഖിനെ ചെയ്ത പോലെ. അങ്ങനെ പലയിടത്തും പല തന്ത്രമാണ് അമേരിക്ക പ്രയോഗിക്കുന്നത്. അത്തരത്തിലൊരു തന്ത്രമാണ് ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ അനുകൂലമായ ഒരു ഭരണകൂടത്തെ വെനിസ്വേലയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അവരുടെ ലക്ഷ്യം അവിടുത്തെ അടങ്ങാത്ത എണ്ണ നിക്ഷേപമാണ്. അതിൽ കണ്ണു നട്ടുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ഈ അക്രമം കാണിച്ചിരിക്കുന്നത്. സ്വന്തം വ്യാപാര, വാണിജ്യ, വ്യവസായ ലാഭ താല്പര്യങ്ങൾക്കപ്പുറം യാതൊരുവിധമായ തത്വദീക്ഷയുമില്ലാത്ത രാജ്യമാണ് അമേരിക്ക എന്ന് അമേരിക്ക ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. നമുക്കറിയാം, ഈ അടുത്ത സമയത്ത് ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന വീരവാദങ്ങൾ അറിയാം. 8 സ്ഥലങ്ങളിൽ ഞാൻ സമാധാനം ഉണ്ടാക്കി, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഉൾപ്പെടെ. ഇന്ത്യയും പാകിസ്ഥാൻ 2 ന്യൂക്ലിയർ രാജ്യങ്ങൾ തമ്മിൽ 4 ദിവസം യുദ്ധം നടന്നു. ആ യുദ്ധം നിർത്താൻ കാരണം ഞാനായിരുന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഞാൻ സമാധാനം ഉണ്ടാക്കി, അതുകൊണ്ട് എനിക്ക് നോബൽ പ്രൈസ് തരണം എന്ന് പറഞ്ഞ് ഭിക്ഷാന്തേഹിയെ പോലെ ഇങ്ങനെ എത്തിവലിഞ്ഞ് നടക്കുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. ഈ ഡൊണാൾഡ് ട്രംപ് ഈ ലോകത്തിൽ ഉണ്ടാക്കിയെന്ന് പറയുന്ന സമാധാനം അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമുള്ള സമാധാനമാണ്. അങ്ങനെ അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമായിട്ട് സമാധാനം ഉണ്ടാക്കുന്ന നോബൽ പ്രൈസ് ഉണ്ടെങ്കിൽ ആ നോബൽ പ്രൈസ് ഡൊണാൾഡ് ട്രംപിന് നൽകണം.